Open the door. അയ്യോ 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 അയ്യോ. അല്ല, ഇതാര് രഞ്ജനോ? അതെ, കാലിനെന്ത് പറ്റി? സാറിന് എന്നെ കുറിച്ച് അറിയാമല്ലോ. എന്ത്? കീപ് ലെഫ്റ്റ്. കീപ് ലെഫ്റ്റ്? കേരള ഗവൺമെന്റ് ഞങ്ങളുടെ കുടുംബത്തിന് തന്നിട്ടുള്ള പട്ടയദാനമാണ് കീപ് ലെഫ്റ്റ്. കാരണം ഇത്രയും കീപ് ലെഫ്റ്റ് പാലിക്കുന്ന വേറെ കുടുംബക്കാര് ഇന്ത്യ സംസ്ഥാനത്തിലില്ല സാർ. എന്റെ അച്ഛൻ റോഡിൽ ഫുട്പാത്ത് ഇല്ലാഞ്ഞിട്ട് സ്വന്തമായി ഭൂമി വാങ്ങി ഫുട്പാത്ത് ഇട്ട് അതിലൂടെ നടന്ന് ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള ആളാ. ആ അച്ഛന്റെ മകനാ ഈ ഗതികേട് സംഭവിച്ചത്. ഓ, അപ്പൊ അതാണ് ഈ കീപ്പ് ലെഫ്റ്റ് രഞ്ജൻ എന്ന് പറയുന്നത് അല്ലേ? അതെ. അത് ശരി. അപ്പൊ ഞാൻ പോട്ടെ. അല്ല, കാലിനെന്ത് പറ്റി പറഞ്ഞില്ല? അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയതാ. അപ്പൊ ഞാൻ പോട്ടെ. സീ യു. അല്ല, കാലിനെന്ത് പറ്റി പറഞ്ഞില്ലല്ലോ? ഓ, മറന്നുപോയി. സാറിനറിയാമല്ലോ ഞാനൊരു കീപ് ലെഫ്റ്റ് ആണെന്ന്. ഇന്നലെ വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ ഞാനൊരു സൈക്കിൾ എടുത്ത്, എനിക്കൊരു സൈക്കിളുണ്ട്, ഞാൻ നേരെ റോഡിന്റെ നടുവിലൂടെ കീപ് ലെഫ്റ്റ് ചെയ്ത് വരികയായിരുന്നു. എന്തൊരു കാറ്റായിരുന്നറിയാവോ? അപ്പോഴേ സാറേ ദാ നിൽക്കുന്നു 8 അടി ഉയരത്തിൽ. ഇത് കണ്ടോ എന്റെ മേലൊക്കെ രോമാഞ്ചം? ഇത്രയൊക്കെ ആയിട്ടും ഇപ്പോഴും എനിക്കത് ഓർക്കാൻ പറ്റുന്നില്ല സാർ. 8 അടി ഉയരമുള്ള ആരാണെന്നോ? സാറപ്പോ റോഡ് സൈഡിലൊന്നും നോക്കാതെയാണ് പോകുന്നത്. സിൽക്ക് സ്മിത. എന്റെ അമ്മോ, ഒരു നിപ്പ് തന്നെ സാറേ. ഞാൻ കാല് മുതൽ നോക്കി തുടങ്ങിയതാ. അര എത്തിയതേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഞാൻ നോക്കുമ്പോ ഞാൻ ലോറി സഞ്ചരിച്ചോണ്ടിരിക്കുക. 2 കാലും ഫ്രാക്ചർ. ഈ കീപ് ലെഫ്റ്റ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ലോറി. അല്ല, ഇതാര്? ശാന്താമാലിനിയോ? വരുന്നോ? ഓ, രാജന്റെ കാറിൽ മാത്രമേ കയറുള്ളായിരിക്കും. ആ, നടക്കട്ടെ. ഹായ്. ഹലോ. സമയമായി, പിന്നെ കാണാം. അപ്പൊ ഞാൻ വീട്ടിലേക്ക് വരാം. നീ സർജനെ കണ്ടോ? ഇല്ല. എന്താ? ആ എക്സാമിന്റെ കാര്യം ചോദിക്കണം. റൂമിൽ കാണുമായിരിക്കും. എന്താ ശാന്തി? ഇന്ന് രാവിലെ ഡോക്ടർ രവീന്ദ്രൻ എന്നെ അനാവശ്യം പറഞ്ഞു. സാറൊന്ന് വിളിച്ച് സംസാരിക്കണം. തീരെ കൾച്ചർ ഇല്ലാതെയാ പെരുമാറുന്നത്. ശാന്ത പോയിക്കോളൂ. രവി. എന്താ രാജ? ആ ശാന്ത എപ്പോ നോക്കിയാലും നിന്നെ പറ്റി കംപ്ലൈന്റ് ആണല്ലോ. ശാന്തയോ? ഏത് ശാന്ത? ഓ, ശാന്ത അറിയില്ലല്ലേ? നിന്റെ ശാന്ത. അവള് പഴയാടാ. ആയിക്കോട്ടെ, പക്ഷെ അവളെന്റെ സ്റ്റാഫ് നഴ്സ് അല്ലേ? നിനക്ക് വേറെ ആരെങ്കിലും നോക്കിക്കൂടെ? കാശ് കൊടുത്ത കംപ്ലൈന്റ് എല്ലാം തീരും. എന്നാ പിന്നെ അത് ചെയ്യ്. നീ നോക്കിക്കോ, അടുത്ത ആഴ്ച ഞാൻ അവളെ പോക്കും. എന്ത് വേണം ചെയ്യ്. പക്ഷെ ഇനി അവളെ കൊണ്ട് എന്നോട് കംപ്ലൈന്റ് പറയിപ്പിക്കരുത്. ഓ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ സാറിന്റെ മുറിയിലേക്ക് വരികയായിരുന്നു. എക്സാം 18-ാം തീയതിയാണ്. എത്ര കാൻഡിഡേറ്റ്സ് ഉണ്ടാവും സർ? നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ നിന്ന് 8 പേരുണ്ട്. സ്റ്റേറ്റിൽ നിന്ന് 10-30 പേരെങ്കിലും കാണും. എന്താ ആൻസൈറ്റി കൂടിയോ? ധൈര്യമായി എഴുതിക്കോ. കൊല്ലം കുറെ ആയില്ലേ രാജൻ ഇതും പ്രതീക്ഷിച്ചിരിക്കുന്നു. വരട്ടെ.
എന്താ ഇവിടെ നിൽക്കുന്നേ? എന്റെ നാത്തൂനൊരകത്തേക്ക് പോയിരിക്കുക. അവളുടെ ചേട്ടൻ അടുത്ത 18-ാം തീയതി എക്സാം എഴുതാൻ പോകുന്നുണ്ട്. അതിനുവേണ്ടിയാണെന്ന് തോന്നുന്നു. രാജേട്ടൻ നക്ഷത്രമെല്ലാം എടുത്തോണ്ട് പോയിരിക്കുക. അത് ശരി. അവര് പിന്നെ ആങ്ങളും പെങ്ങളും അങ്ങനെയാണല്ലോ. കഴിഞ്ഞോ? ആ, എന്താ താമസേട്ടാ? ചുമ്മാ ഇതിലേ വന്നതാ. സുഖമാണോ? അതെ അതെ. വാ പോവാം. വരട്ടെ. ശരി. കണ്ടിട്ട് കുറച്ചാണല്ലോ. ഞാൻ കാഠ്മണ്ഡുവിലായിരുന്നു. ഭയങ്കര തണുപ്പ്. ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. ഇതുവരെ യാ. കാല് സുഖായി. ഇത് കണ്ട. എന്റെ അമ്മ ആളവിട്. ഹായ്. ഇതെന്താ ഇടിവണ്ടിയോ? ഇതാര്, രഞ്ജനോ? അതെ. എന്താ വലിയ പൊതയൊക്കെ? ഞാൻ കാഠ്മണ്ഡുവിലായിരുന്നു. അവിടെ ഭയങ്കര തണുപ്പാ. ശേഷം കോൾഡും ഉണ്ട്. ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. കാലൊക്കെ ശരിയായോ? ഓക്കെ. ഒരു രണ്ട് കാര്യം. കണ്ടോ? ഓക്കെ. കാഠ്മണ്ഡു എന്തായിരുന്നു? ഞാനവിടെ ക്രിക്കറ്റ് കളിക്കായിരുന്നു. ഓ, രഞ്ജൻ ക്രിക്കറ്റ് പ്ലെയറാണോ? അതെ, ഞാൻ സ്റ്റേറ്റ് പ്ലെയർ അല്ലേ? സ്റ്റേറ്റ്. അത് അറിഞ്ഞില്ല. ഹലോ. ഒന്ന് മാറിക്കൊടുക്കൂ. എന്തോ? മാറിക്കൊടുക്കൂ. ആരും കണ്ടില്ല. മുണ്ടോ നിർത്തെ. അപ്പൊ ഞാൻ വരട്ടെ സാറേ. എനിക്ക് ബ്ലഡ് മോഷണൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. സാറ് ഒരു കാര്യം ഒന്ന് അഴിച്ചു തരാം. എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഒരു നാണക്കടലെന്ന് വിചാരിച്ചിട്ടാ. സാരമില്ല, ഇതിപ്പോ ഒരു ഫാഷൻ അല്ലേ? ആണോ? ഇവിടെ എന്തോ? അല്ല, എവിടെയാ ബ്ലഡ് മോഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അവിടെ ആണോ? നേരെ. ഡോക്ടർ ഉണ്ടോ? ഉണ്ട്. വരൂ. തിയേറ്ററോ? ഇരിക്കൂ. ഇന്നലെ എത്ര പേഷ്യൻസ് വന്നു? 10-30 പേര് വന്നു. ഇന്നലെ 10-15 പേരെ അയച്ചിരുന്നു. ഇരിക്കട്ടെ. അപ്പോ ഞാൻ വരട്ടെ. ഓക്കെ. വരട്ടെ. ചേച്ചി, ഞാൻ പോട്ടെ. ഗോപിയോ? നീ എപ്പോ വന്നടാ? കുറച്ചു നേരമായി. നിന്റെ ഏമാനുണ്ടോ അവിടെ? സാറ് എഴുന്നേറ്റിട്ടുണ്ട്. നീ എന്താടാ അവിടെ നിൽക്കുന്നേ? നിനക്ക് ഇവിടെ ഒന്നൂടെ? ഞാൻ പോട്ടെ. നിനക്ക് അവനെ ഇങ്ങോട്ട് വിളിച്ചൂടെ? കൂടുതൽ ശമ്പളം ഞാൻ കൊടുക്കുമല്ലോ. ഇപ്പൊ അവിടെ നിൽക്കട്ടെ. എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചാലോ? ഒരു കാര്യം ചെയ്യും, ശാന്ത പോയി സർജനോട് കംപ്ലൈന്റ് ചെയ്യും. ഞാൻ അവന് ഒരു പ്രാവശ്യം വാൺ ചെയ്ത് വിട്ടതാണ്. അവൻ ശരിയാവില്ല. ശരി. ദിസ് ഈസ് ദ ലാസ്റ്റ് വാണിംഗ്. ഇനി ഒരിക്കൽ കൂടി ഇത് ആവർത്തിച്ചാൽ യു ക്യാൻ ഗോ. ഇപ്പം നിനക്ക് തൃപ്തിയായിരിക്കും. പക്ഷെ ഞാൻ ആരാണെന്ന് നീ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. നിന്നോടല്ലേ ഒരിക്കൽ ഞാൻ റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞത്? നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലടാ. നീ കേൾക്കണ്ട. പിന്നൊരു കാര്യം, നിന്റെ ഈ വിരട്ടലൊന്നും എന്റെ അടുത്ത് വേണ്ട. തോളേന്ന് കൈയെടുക്കുക. നിനക്ക് അവളെ വെച്ചോണ്ടിരിക്കാനല്ലേ? എന്താ രവി? എന്താ കാര്യം? സംഭവം എന്താ? പറയൂ. എടാ, ഇതൊരു ഹോസ്പിറ്റലാണെന്ന് നിനക്കറിയാമോ? പൊതുജന സേവനത്തിന് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്ന പരിശുദ്ധമായ സ്ഥലം. നിന്നെപ്പോലുള്ള നാറികളാണല്ലോ ഇത് അശുദ്ധമാക്കുന്നത്. എന്നിട്ട് വിസ്തരിക്കാൻ വന്നിരിക്കുന്നു. എന്താ രാജ? സർജനോട് കംപ്ലൈന്റ് ചെയ്യേണ്ട കാര്യമൊന്നും എനിക്കില്ല. എനിക്ക് നിന്നോട് നേരിട്ട് ചോദിക്കാൻ അറിയാമായിരുന്നു. പക്ഷെ ഞാനതിന് ഒരുങ്ങിയാൽ
നിന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. മൈൻഡ് ഇറ്റ്. മുക്കാതെ വേഗം നടക്കണോ. ഇവിടെ നിർത്ത്, ഇവിടെ നിർത്ത്, ഇവിടെ നിർത്ത്. ആരെയും കാണുന്നില്ലല്ലോ. നോബഡി സി. സൂക്ഷിച്ചിറക്കണം. കീപ് ലെഫ്റ്റ് ടെൻഷനോ? പിന്നെ ആക്സിഡന്റ് വല്ലതും പറ്റിയോ? കാല് കണ്ടോ? കൈ എല്ലാം ഓക്കെ, ഓൾ റൈറ്റ്. വളരെ സൂക്ഷിച്ചിറക്ക്. ഞാൻ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലാ. ഇവിടെ നിന്ന് വൃത്തിയേടാക്കരുത് കേട്ടോ. സൂക്ഷിച്ച്. വളരെ സൂക്ഷിച്ചിറക്കടോ. സിസ്റ്ററെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. 1 മാസം കഴിഞ്ഞ് കൊണ്ടുവരാനാ ഡാക്ടർ പറഞ്ഞത്. ഇന്ന് രാവിലത്തെ കൂടി ആയപ്പോ കൃത്യം 1 മാസമായി. ഇതാ പിടിച്ചോ. എന്തേത്? ഇതെന്ത് വർത്തമാനമാ? മലം ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുവന്നതാ. ഡോക്ടർ പറഞ്ഞിട്ടാ. എന്ത് മോഷൻ? ഇതെന്താ ചിരിക്കണത്? ഇതൊന്ന് ഒപ്പിച്ചെടുക്കാൻ പറ്റാ പാട്. കൊണ്ടുപോയിക്കോ. കൊണ്ട് സൂക്ഷിച്ച് അവിടെ കൊണ്ടുപോയി. പൊട്ടിച്ച് കളയാണ്ടല്ലോ, ഇടിച്ച് ഞാൻ. കൊണ്ടുപോടാ. 1 മാസത്തെ കളക്ഷനാ. പൊട്ടിക്കല്ലേ. ഇത് മുഴുവൻ ടെസ്റ്റ് ചെയ്യുമ്പോ 1 മാസം ആവൂ. 1.5 മാസം പിടിക്കുമല്ലേ? വക്കീലൊന്ന് മാറിക്കേ. ബാക്കി ഞാൻ ചെയ്തോളാം കേട്ടോ. ഞണ്ട് വറുത്തു കൊടുത്ത് ചേട്ടന്റെ കയ്യിൽ നിന്ന് ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണ് നേടിയിട്ടുള്ളതെന്നറിയോ? എനിക്കറിയാം, പറഞ്ഞിട്ടുണ്ട്. ചേച്ചി, ഈ MCH എക്സാമിന് സെലക്ഷൻ കിട്ടി ചേട്ടൻ സ്റ്റേറ്റ്സിലേക്ക് പോയാല് 2 കൊല്ലമല്ലേ? ഇടയ്ക്ക് വരാൻ പറ്റില്ലേ? 1 പ്രാവശ്യം വരാൻ തോന്നുന്നു. 1 പ്രാവശ്യം? എന്നാ പിന്നെ പോണ്ടെന്ന് പറയായിരുന്നു. എങ്ങനെ ഇത്രയും നാൾ കാണാതിരിക്കുക? എന്റെ വക്കീലെ, ഇതൊന്നും കിട്ടില്ലെന്നേ. അങ്ങനെ കിട്ടാതെയൊന്നും ഇരിക്കില്ല. പിന്നെ ഈ ഞണ്ട് വറുത്ത് കൊടുത്താലും സെലക്ഷൻ കിട്ടില്ലെന്നേ. നിനക്ക് തന്നെ അവളെ കടിച്ചുതരാം. അവന്റെ റൊമാൻസ്. മോള് ഊണ് കഴിച്ചോ? നീയാ? ഏയ്, ഒന്നും ആയില്ലേ? പപ്പടം കഴിച്ച തീർന്നു. ഞണ്ടാ? രാജി വഴിന്ന് വാങ്ങിച്ചതാ. മീൻകാരത്തിന് എന്തോരം ചീത്ത കേട്ടെന്നോ. അല്ല, അതെ, അവക്ക് മീൻചത്തെ ഒന്നും പരിചയമില്ലാത്തോണ്ട്. വർത്താനം പറഞ്ഞുണ്ടല്ലോ. പിന്നെ ഈ ചോറ് വിളമ്പാനുള്ള വകുപ്പ് വല്ലതും ഉണ്ടോ? ECക്ക് 32-ാം വകുപ്പ് അനുസരിച്ച് 10 മിനിറ്റ് കൂടി കഴിയും. അപ്പുറത്ത് പോയി കള്ളനും പോയി. നീ പോയി ആ മേശ വൃത്തിയാക്ക. പോകുന്നുണ്ടോ അവിടുന്ന്? അയ്യേ ചേട്ടാ, രാജയുടെ ബർത്ത്ഡേക്ക് സാരി എടുത്തില്ലല്ലോ. നാളെ മുതൽ നാളെ തന്നെ എടുക്കണം. മറ്റന്നാ ഞായറാഴ്ച. ആഗസ്റ്റ് 12 ബർത്ത്ഡേ ആണെങ്കിൽ 11 എടുക്കുന്നത്. ഇപ്രാവശ്യം 15 ഞായറാഴ്ച. മറക്കണ്ട. മറക്കേല. നീ ചോറ് വിളമ്പുന്നുണ്ട്. ആ ഞണ്ടിരുന്ന് ചീത്തയായി പോടി. ശോഭ, ആ പ്ലേറ്റിൽ എടുത്ത് വെക്കേ. ചേട്ടൻ അങ്ങോട്ട് വാ.